രക്തദാനം ജീവദാനം, രക്തദാനം മഹാദാനം എന്ന ആപ്തവാക്യത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലും സമൂഹത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കാളകെട്ടി അച്ചാമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി. ലയൺസ് ക്ലബ് ഓഫ് കൊഴുവനാൽ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പാലാ ബ്ലഡ് ഫോറം, HDFC ബാങ്ക്, SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ആന്റണി മണിയങ്ങാട്ട് അധ്യക്ഷതയിൽ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബിനോയ് M. ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ റാണി ടോമി, സ്റ്റാഫ് സെക്രട്ടറി സെബാസ്റ്റ്യൻ VM, ജയ ജോൺ, ബിജിമോൾ ജോർജ്, മാസ്റ്റർ ആന്റണി വിൻസെന്റ്, കുമാരി ആവണി S, മാസ്റ്റർ ജോയൽ സജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാലാ ബ്ലഡ് ഫോറവുമായി ചേർന്ന് നാം രക്തദാനം നടത്തുകയാണ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് സജ്ജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികൾക്കും പൗരപ്രമുഖർക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം ഓതുന്നു. ഉദ്ഘാടന കർമ്മത്തിനായിട്ട് എത്തിയിരിക്കുന്ന ഡോക്ടർ N. ജയരാജ്, ചീഫ് വിപ്പ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് MLA ഓഫ് കേരളി, ഈ നോട്ട് അഡ്രസ്സിനായിട്ട് എത്തിയിരിക്കുന്ന ഷിബു തെക്കേമറ്റം, ലയൺസ് ക്ലബ് കോർഡിനേറ്റർ, ഫെലിസിറ്റേഷൻ ബീന ജോർജ്, സിബി പ്ലാത്തോട്ടം, ടെക്സ്റ്റ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന കാളകെട്ടി അച്ചാമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് സന്നദ്ധ രക്തദാന ക്യാമ്പ് നൽകുന്നത് ഇവിടെ അർത്ഥമുള്ളതാണ്. രക്തദാനം ചെയ്യുന്നവര് സന്നദ്ധരാണ്. സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഒന്നാണ് ഇത് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനുവേണ്ടി ഇന്ന് ഇവിടെ മീറ്റിംഗ് ക്രമീകരിച്ചതിനൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാറിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ N. ജയരാജ് അവർ വേദിയിലും സദസ്സുപരിഷ്ഠരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാൻ ഇപ്പം സാറ് പറഞ്ഞതുപോലെ സൗണ്ടിന് കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തുകയാണ്. ഇന്ന് ഈ രക്തദാന ക്യാമ്പും ഒപ്പം നമ്മുടെ ലൈബ്രറിയിലേക്ക് നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് 15,000 രൂപയുടെ ബുക്സ് ഇന്ന് നമ്മുടെ ലൈബ്രറിയിൽ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ആദ്യം തന്നെ ശ്രീ ജയരാജ്, ഡോക്ടർ ജയരാജ് അവരുടെ കൃത്യമായ സ്കൂളിന്റെ മാനേജിന്റെ പേരിലും സ്കൂളിന്റെ പേരിലും അനുമോദനം അറിയിക്കുന്നു. രക്തദാനം മഹാദാനം, നമുക്കറിയാം ജീവൻ നിലനിർത്തുന്നത് രക്തമാണ്. നമുക്കറിയാം നമുക്കൊരു അത്യാവശ്യ കാര്യങ്ങളാണ്. അത് ഗ്രൂപ്പ് അറിയണം, പിന്നെ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ടാകണം, അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. പലപ്പോഴും രക്തം കൊടുക്കുന്നതിനെ കുറിച്ച് പലർക്കും ആൻസൈറ്റി ഉണ്ട്. ഇപ്പൊ ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ. കൊടുക്കുന്നതോട് എതിർക്കുന്നുണ്ട്. അപ്പൊ രക്തം കൊടുക്കുന്ന ആളുകളെ അറിയാം എന്റെ അനുഭവം. അപ്പൊ തീർച്ചയായിട്ടും ഇത് നല്ലൊരു സംരംഭമാണ്. നമുക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ്. കുട്ടികൾക്കും ഈ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ ഒരു സാമൂഹികമായ ഒരു കാഴ്ചപ്പാട്, മറ്റുള്ളവരുടെ ജീവനം നിലനിർത്താൻ സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് കിട്ടാനുള്ള അവസരം കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കാര്യമായിട്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടാതെ കാണാറുണ്ട്. വളരെ സജീവമായി ഇവിടെ നമ്മൾ നൽകുന്ന ഈ രക്തം യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനുഷ്യന്റെ അവന്റെ അപകടകരമായ അവസ്ഥയിൽ അവനെ സഹായിക്കാൻ നമ്മൾ പോലും അറിയുന്നു. യഥാർത്ഥത്തില് ബൈബിളിലെ വാക്യം കൃത്യമായി അറിയുന്നത് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു മേഖലയാണ്. നമുക്കറിയാം ഏത് രോഗിക്കാണ് എടുക്കുന്നത്. ഒരു കാര്യം മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത്, ഓടുന്നത് ഒരേ നിറമുള്ള രക്തമാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുക. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ മനുഷ്യൻ വല്ലാതെ മാറ്റടിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തില് ആരുടെ രക്തം ആർക്ക്, ഏത് സമുദായത്തിൽപ്പെട്ടയാണ്, ഏത് സ്വയം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ആന്റിയും ഒക്കെ വളരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ MLA ആശയവികസന ഫണ്ടിൽ നിന്ന് ഞാൻ 3 ലക്ഷം രൂപ കേരള നിയമസഭയുടെ കഴിഞ്ഞ വർഷം നടന്ന 245ഓളം വിവിധ പ്രസാധകന്മാർ പങ്കെടുത്ത വളരെ ബൃഹത്തായ ഒരു പുസ്തകോത്സവം കേരള നിയമസഭ സംഘടിപ്പിക്കുന്നു. ആ പുസ്തകോത്സവത്തിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ പുസ്തകം MLAക്കും അതിനകത്ത് വരുന്ന പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി. അങ്ങനെ വാങ്ങിച്ച പുസ്തകങ്ങൾ നമ്മുടെ നിയമകരണത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഏതാനും ഹൈസ്കൂളുകൾക്കും നൽകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള സ്കൂളുകൾക്ക് നൽകുന്ന പുസ്തകം നൽകുന്ന ചടങ്ങാണ്. 14 ലക്ഷം രൂപയുടെ പുസ്തകമാണ് ഒരു സ്കൂളിന് നൽകുന്നത്. 114 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത, ഞാൻ നേരിട്ട് പോയി ഇത്രയും സ്റ്റാളുകൾ പോയി നേരിട്ട് കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന പുസ്തകങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രോജക്റ്റുകളോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ സഹായിക്കുന്ന വൈജ്ഞാനികമായ മേഖലകളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ഇത് മഹാഭൂരിപക്ഷം പുസ്തകങ്ങൾ. NSSന്റെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെയും ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, സാർ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട NSS സ്കൗട്ട് ആൻഡ് ഗൈഡ് ലീഡേഴ്സായിട്ട് വേദിയിലുള്ള പ്രിയപ്പെട്ട വീരന്മാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞഞ്ചന്മാരെ, എലീറ്റുമാരെ, ഒത്തിരി സന്തോഷത്തോടുകൂടി എന്നാൽ അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ലയൺസ് ട്രസ്റ്റ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റുകളിൽ ഒന്നായ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടത്തുന്നത്. ലയൺസ് ഇന്റർനാഷണൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തിലെ 210 രാജ്യങ്ങളിലായി 50,000-ഓളം ലയൺസ് 15 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ട്രസ്റ്റ് ഇന്റർനാഷണൽ. ഇതിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തൊരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റിന്റെ ഇൻസുലിൻ, വീടില്ലാത്തവർക്ക് വീട്, വിവാഹ സഹായം, വിശക്കുന്നവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ട്രസ്റ്റ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലും ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ലയൺസ് ട്രസ്റ്റ് പീസ് പ്രോജക്ട് കോൺഗ്രസ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ്-19 ലോക്ക്ഡൌണൊക്കെയായി വന്ന് നമുക്കറിയാം, നമുക്ക് 2-3 വർഷം ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അതിലൂടെ വിദ്യാർത്ഥികളുടെ പഠന രീതിയിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ മൊബൈലിലൊക്കെ ഒത്തിരി പേര് കൂടുതൽ സമയം മൊബൈലിലൊക്കെ ചെലവഴിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ട ഈ ലയൺസ് ഡിസ്ട്രിക്ട് പ്രീവെഡിംഗ് ബിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും മോട്ടിവേഷൻ ക്ലാസുകളും ലഹരിവിരുദ്ധ ക്ലാസുകളും ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും ലീഗൽ സർവീസ് കമ്മിറ്റിയും ഒക്കെ ചേർന്ന് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റുണ്ട്, ഹൈറ്റുണ്ട്, എല്ലാവരുടെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു തുള്ളി ചോറ് കൊടുക്കാൻ പോലും സാധിക്കത്തില്ല. കാരണം 28ാമത്തെ വയസ്സിൽ എനിക്ക് ഡയബറ്റിക് വിളിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാൻ, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതിയുണ്ട്, പാരമ്പര്യമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജീവിത രീതി തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. നമ്മുടെ ഇപ്പോഴത്തെ ആഹാരം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജങ്ക് ഫുഡുകള്, അതുപോലെ തന്നെ നമ്മുടെ മധുരം. എനിക്ക് കുഞ്ഞോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴേ തന്നെ മധുരം കൂടുതലായി ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നിർത്തലാക്കുക. പിന്നെ ഇവിടെ ബേക്കറിയുള്ള ആരെങ്കിലും ഇറങ്ങിപ്പോകുന്ന ഗുരുക്കുതന്മാരാണ്. നമുക്കറിയാം, ഗുരുക്കുതന്മാർ നമ്മളോട് വഴക്കറയും, അടിക്കും. പക്ഷേ പുസ്തകങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് യാതൊരു പ്രലോഭനവും കൂടാതെ അല്ലെങ്കിൽ ഒരു വഴക്കും കൂടാതെ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഇവിടെ മേടിച്ച് വെച്ചാൽ പോലെ നിങ്ങളത് പ്രയോജനപ്പെടുത്തണം എല്ലാ കുട്ടികളും. എന്നിട്ട് അതിൽ വായനക്കുറിപ്പുകൾ എഴുതുകയും ആ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് നിങ്ങൾക്ക് ഉപരി ജീവിതത്തിൽ പ്രയോജനപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ